ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കാം. കയീന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. എന്നാറെ യഹോവ കയീനോട്, നീ കോപിക്കുന്നതെന്തിന്? നിന്റെ മുഖം വാടുന്നതുമെന്ത്? ദൈവത്തിന് സ്തോത്രം. കയീൻ്റെ മുഖം വാടി, നിന്റെ മുഖം വാടുന്നത് എന്ത്? കയീൻ്റെ മുഖം വാടി. ദൈവത്തിന് സ്തോത്രം. കയീൻ ആദാമിൻ്റെ ആദ്യജാതനാണ്. കയീൻ്റെ സ്വഭാവത്തിൽ മാലിന്യമുണ്ടായിരുന്നു, കോപമുണ്ടായിരുന്നു, സ്വഭാവത്തിൽ അസൂയയുണ്ടായിരുന്നു, സ്വഭാവത്തിൽ ഇണക്കക്കുറവുണ്ടായിരുന്നു. അത് അവൻ്റെ ജന്മസിദ്ധമായ ഒരു സ്വഭാവമാണ്. അവൻ സാഹചര്യങ്ങൾ കൊണ്ട് നേടിയെടുത്തതല്ല, ജന്മന തന്നെ അവൻ പാവിയാണ്. നാം എല്ലാവരും അങ്ങനെ തന്നെയാണ്. ജന്മന നാം ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ രക്തത്തിൽ പാപത്തിൻ്റെ കണികകളുണ്ട്, പാപത്തിൻ്റെ വേരുകളുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും രക്തത്തിൽ. അതുകൊണ്ടാണ് 53-ാം സങ്കീർത്തനത്തിലും 14-ാം സങ്കീർത്തനത്തിലും സങ്കീർത്തനക്കാരൻ പറയുന്നത്, നന്മ ചെയ്യുന്നതിനില്ല ഒരുത്തൻ പോലുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. എല്ലാവരും പാപികളാണ്, നാം ആരും മെച്ചപ്പെട്ടവരല്ല. ഈ വചനം പറയുന്നത് ഞാനും നിങ്ങൾ വ്യത്യസ്തനല്ല, പാപത്തിലാണ് ജനിക്കുന്നത്. ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ രക്തത്തിൽ പാപമുണ്ട്. പൂർവികന്മാരിൽ നിന്ന് നമുക്ക് വന്നതായ പാപം, ആ രക്തബന്ധത്തിൽ കൂടി വന്നതായ പാപങ്ങൾ, ശാപങ്ങൾ, പലതരം ബാധകൾ എല്ലാം നമ്മുടെ ആളത്തിലുണ്ട്. ഒരു പിഞ്ചു ശിശു ജനിക്കുമ്പോൾ ആ ശിശുവിന് അറിഞ്ഞുകൂടാ, മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ രക്തത്തിൽ പാപത്തിൻ്റെ കണികകളുണ്ട്. എന്നാൽ അത് തിരിച്ചറിഞ്ഞ് എന്നിൽ ഈ വക ദോഷങ്ങളെല്ലാം എൻ്റെ രക്തത്തിൽ അന്തർലീനമായി കിടക്കുന്നു എന്ന് ഗ്രഹിച്ച്, എൻ്റെ കർത്താവേ നിൻ്റെ തിരുവിലാവിനൊഴിയ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ച് പുതിയ ജീവിതം നയിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. അത്രയേ ഉള്ളൂ, പേടിക്കാനില്ല. രക്തത്തിൽ ഏതെല്ലാം ശാപങ്ങളുണ്ടെങ്കിലും, രക്തഘടനയിൽ ഏതെല്ലാം പാപങ്ങളുണ്ടെങ്കിലും എല്ലാം ക്ഷമിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ തിരുമനസ്സ്, യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയം വെമ്പലോടെ നിൽക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഒരു പാപവും ചെയ്യാത്ത ദൈവപുത്രൻ ക്രൂശിൽ മരിച്ചത്. ഒരു പാപവും ക്രിസ്തു ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ ആര് എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്നാണ് കർത്താവ് ചോദിച്ചത്. നിങ്ങൾ ആര് എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? കാരണം ക്രിസ്തു പാപം തീണ്ടാത്തവനാണ്, പാപമരിയത്ത് വരാത്തവനാണ്. നിത്യനായ ദൈവത്തിൻ്റെ നിത്യനായ തേജോമയനായ അരുമകുമാരൻ കർത്താവായ യേശു ക്രിസ്തു പാപം തീണ്ടാത്തവനാണ്. പാപം തൊടാത്തതിന് മാത്രമേ പാപിയെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. പാപത്തിൽ ജീവിക്കാത്തതിന് മാത്രമേ പാപിയെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ചെളി പുരളാത്തിന് മാത്രമേ ഒരാൾ ചെളിയിൽ നിന്ന് കരയേറ്റാൻ പറ്റുകയുള്ളൂ. ചതുപ്പ് നിലം ചവിട്ടിയാൽ താണു പോകും. അവിടെ വീണുപോയൊരു മനുഷ്യന് അയാൾ ശ്രമിക്കുന്നതോറും താണു പോവുകയല്ലാതെ പൊങ്ങാൻ സാധിക്കുകയില്ല. പക്ഷേ മുകളിൽ നിന്ന് ഒരു ഹെലികോപ്റ്റർ മറ്റോ വന്ന് ആ ആളുടെ താണുപോകുന്നയാളുടെ മേൽ ഒരു കയറിടുകയോ ഏതെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മുകളിൽ നിന്ന് വലിച്ചു പൊക്കിയെടുത്താലേ അവൻ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. മുകളിൽ നിന്നൊരു സ്നേഹത്തിൻ്റെ കയറ് വരികയാണ്. ഇന്ന് പകലും അതുതന്നെയാണ് സംഭവിക്കുന്നത്. സ്നേഹത്തിൻ്റെ ഒരു ചരട് ഉയരങ്ങളിൽ നിന്ന് നമ്മുടെ നേരെ ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ്. ചതുപ്പ് നിലത്ത് താണുകാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല, നിലനിൽക്കുന്നില്ല. നിങ്ങളെല്ലാവരും അതെ, തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, പല സമർപ്പണങ്ങൾ എടുക്കുന്നുണ്ട്. ഈ സമർപ്പണങ്ങൾ ഏതെന്തെല്ലാം എടുത്താലും പിന്നെയും വീണു പോകുന്നു. തീരുമാനങ്ങൾ പുതുക്കുന്നു, പക്ഷേ പിന്നെയും വീണു പോകുന്നു. വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നു, പക്ഷേ വീണു പോകുന്നു. എന്നാൽ വീഴാതിരിക്കാനും ഈ ചെളിയിൽ നിന്ന് ഉദ്ധാരണം കിട്ടുവാനും ഒരു പോംവഴിയുണ്ട്. അത് മുകളിൽ നിന്നുള്ളൊരു ചരടുമായി ഒരു ബന്ധം കിട്ടിയാൽ മതി. മുകളിൽ നിന്ന് ഒരു ചരട് കർത്താവായ യേശുവിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ ചരടിൽ, ആ ചുവന്ന നൂലിൽ നമുക്ക് പിടികിട്ടിയാൽ മാത്രം മതി. ചുവന്ന നൂലെന്ന് പറഞ്ഞത് ഞാൻ കരുതിക്കുട്ടി പറഞ്ഞൊരു വാക്കാണ്. യോശുവയും കാലേബും അന്ന് മോശയുടെ നേതൃത്വത്തിന് കീഴിൽ വന്ന 600,000 അവർ എല്ലാവരും പട്ടുപോയി, ആ മരുഭൂമിയിൽ പട്ടുപോയി തീർന്നുപോയി. പക്ഷേ അടുത്ത തലമുറയാണ് ആ തലമുറയെ നയിക്കേണ്ടത് യോർദാൻ അക്കരെയുള്ള കനാനിലേക്കാണ്. കനാനിൽ
റാഹാബ് എന്ന വേശ്യ അവിടെ ആ മതിലിൻ്റെ മേൽ ഒരു ചെറിയ ഭവനം കെട്ടി അവിടെ പാർക്കുകയാണ്. അത്ര ബൃഹത്തായ മതിലാണ്, അത്ര വലിയ മതിലാണ്. മതിലിൻ്റെ മുകളിൽ ഒരു വീട് കഴിക്കത്തക്കവണ്ണം അത്ര വിശാലമായ മതിൽ. ഉറ്റുനോക്കാൻ ചെന്നവർ, ആ ദേശം എങ്ങനെയുള്ളതാണെന്ന് അറിയാൻ ചെന്നവർ, അവർ അവിടെ ഒളിച്ച് പാർക്കാനായിട്ട് അശുദ്ധ ജീവിതം നയിക്കുന്ന സ്ത്രീയുടെ വീട്ടിലാണ് ചെന്നത്, റാഹാബ് എന്ന വേശ്യയുടെ വീട്ടിൽ. ഇവരെ എങ്ങനെയെങ്കിലും പിടികൂടണമെന്ന് വിചാരിച്ച് ആ ദേശത്തെ എറിഹോവിലെ പടയാളികളും പ്രഭുക്കന്മാരും നേതാക്കന്മാരും ഓടി അണഞ്ഞപ്പോൾ അവൾ ഇവരെ ഒരു ജനൽ തുറന്ന് ജനലിൽ കൂടി അപ്പുറത്തേക്ക് ഇറക്കി വിട്ടു, മതിലിൻ്റെ അപ്പുറത്തേക്ക്. അവർക്ക് നാശം വന്നില്ല. പക്ഷേ അന്ന് ഒരു വ്യവസ്ഥ പറഞ്ഞിരുന്നു. എന്താണ് വ്യവസ്ഥ? ഒരു ചുവപ്പ് ചരട് ഈ ജനലിന്മേൽ കെട്ടിയിരിക്കും. നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ രക്ഷിച്ച അഭയം തന്ന വീടാണ് നിങ്ങൾ ഓർക്കാൻ വേണ്ടി ഒരു ചുവപ്പ് ചരട് കെട്ടിയിരിക്കും. ആ ചുവപ്പ് നൂല് അത് കണ്ടാൽ നിങ്ങൾ ഈ ഭവനത്തെ, നിങ്ങളെ രക്ഷിച്ച ഭവനമാണെന്ന് ഓർത്തുകൊള്ളണം. നിങ്ങൾ ഞങ്ങൾക്ക് അപകടം വരാതെ ഞങ്ങൾ സൂക്ഷിക്കണം, ഞങ്ങൾക്ക് കേടുവരാതെ ഞങ്ങൾ പരിപാലിക്കണം. ആ ചുവപ്പ് നൂലിൻ്റെ സംരക്ഷണയിലാണ് ഇസ്രായേൽക്കാർ പിന്നെയും മുന്നോട്ട് പോയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ചുവപ്പ് ചരട് നമ്മുടെ മേൽ വരുന്നുണ്ട്, ഒരു ചുവന്ന നൂല്. അത് രക്തത്തിൻ്റെ നൂലാണ്, കർത്താവായ യേശുവിൻ്റെ പുണ്യ രക്തത്തിൻ്റെ നൂലാണ്. ആ തിരുശരീരത്തിൽ നിന്നൊഴിയ തിരുരക്തത്തിൻ്റെ ആ ഒരു ചരടിൻ്റെ ബന്ധം കിട്ടിയാൽ നാം രക്ഷപ്പെട്ടു. തിരുരക്തത്തിൻ്റെ ആ ചരട്, അതാണ് നമുക്ക് രക്ഷ. വേറെ ഒന്നുമില്ല. നമുക്കാർക്കും അഭിമാനിക്കാനൊന്നുമില്ല, നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല, ഏതാണ്ടെല്ലാം ആയി എന്ന് തോന്നാനും ഒന്നുമില്ല. ആകെയുള്ളത്, കർത്താവേ, ഞാൻ തകർന്നൊരു പാവി, ഇതേ പറയാനുള്ളൂ. എൻ്റെ രക്തഘടന എങ്ങനെയാണ്? എൻ്റെ രക്തത്തിൽ പാവമേ ഉള്ളൂ. ഇപ്പോൾ പാവം തലവെക്കുന്നില്ലെങ്കിലും അടിയിൽ എൻ്റെ രക്തത്തിൽ പാവമുണ്ട്. ഇപ്പോൾ പാമ്പ് തലവെക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ചാക്കിൻ്റെ അടിയിൽ പാമ്പ് അകത്ത് കിടക്കുകയാണ്. ചാക്ക് നോക്കി അനക്കിയാൽ പാമ്പ് തലവെക്കും എന്നതുപോലെ അവസരം വന്നാൽ എൻ്റെ പാവം തലവെക്കും. അവസരമില്ലാത്തപ്പോൾ ഞാൻ പാവമൊന്നുമില്ല. അവസരമില്ലാത്തപ്പോൾ മദ്യം അല്പം പോലും കിട്ടാത്തൊരു സ്ഥലത്ത് ഒരാൾ പറയുകയാണ്, ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്നടത്താണ് താമസിക്കുന്നത്, അവിടെ ഞങ്ങൾക്ക് അവിടെ മദ്യമെല്ലാം നിരോധിച്ചിരിക്കുകയാണ്, മദ്യം കിട്ടുകയില്ല. കേരളത്തിലുള്ളതുപോലെ അവിടെ മദ്യം വിൽപ്പനശാലയിലേക്ക് ഏതെങ്കിലും തരത്തിൽ തന്ത്രപൂർവ്വം ഒഴുകി വരുന്ന സമ്പ്രദായങ്ങളൊന്നുമില്ല, അങ്ങനെയുള്ള അഴിമതികളൊന്നുമില്ല, അവിടെ മദ്യം കിട്ടുകയില്ല. ഞാൻ ഇത്ര വർഷമായി മദ്യം കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? മദ്യമില്ല അവിടെ, മദ്യത്ത് കിട്ടാൻ സാധ്യതയില്ല. ഞാൻ മദ്യം കുടിച്ചില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ലല്ലോ. എന്നതുപോലെ നമ്മുടെ ഉള്ളിൽ ഉള്ളതായ പാവം രംഗത്ത് വരണമെങ്കിൽ ഒരു പ്രത്യേക അവസരം വരണം, ഒരു പ്രത്യേക സന്ദർഭം വരുമ്പോൾ, ഏതെങ്കിലും ടെസ്റ്റ് കേസ് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ പാപത്തെ ജയിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നറിയുന്നത്. അല്ലെങ്കിൽ നാം എല്ലാം ഒരു കുഴപ്പമില്ലാതിരിക്കുന്നു, നല്ല സ്നേഹമുള്ളവർ, നല്ല മര്യാദയുള്ളവർ, നല്ല ഇണക്കമുള്ളവർ, ആരോടും പകയില്ല, ശരിയാണ്. പക്ഷേ ഒരു ടെസ്റ്റ് കേസ്, ഒരു പരീക്ഷണഘട്ടം വരുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ അകത്ത് ഇതെല്ലാം ഒളിഞ്ഞു കിടപ്പുണ്ട്. അശുദ്ധി ഒളിഞ്ഞു കിടപ്പുണ്ട്, അത്യാഗ്രഹം ഒളിഞ്ഞു കിടപ്പുണ്ട്, ദിവ്യാഗ്രഹം ഒളിഞ്ഞു കിടപ്പുണ്ട്, അസൂയ ഒളിഞ്ഞു കിടപ്പുണ്ട്, അഹങ്കാരം ഒളിഞ്ഞു കിടപ്പുണ്ട്, എന്തെല്ലാം പാവങ്ങൾ എല്ലാം ഈ അകത്തുണ്ട്. ഇപ്പോൾ തലവെക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ ഈ കൊടിയ പാമ്പ് തലവെക്കാതെ കൊണ്ടും ആ പാമ്പിൻ്റെ തല ചതയ്ക്കാൻ കഴിവുള്ള ഒരാളുണ്ട്. ആ ആളാണ് കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കയ്യിൻ്റെ സ്വഭാവത്തിൽ മാലിന്യം ഉണ്ടായിരുന്നു, കയ്യിൻ്റെ സ്വഭാവത്തിൽ അശുദ്ധി ഉണ്ടായിരുന്നു, കയ്യിൻ്റെ സ്വഭാവത്തിൽ അസൂയ ഉണ്ടായിരുന്നു, കയ്യിൻ്റെ സ്വഭാവത്തിൽ അത്യാഗ്രഹം ഉണ്ടായിരുന്നു, കയ്യിൻ്റെ സ്വഭാവത്തിൽ സഹോദര സ്നേഹം ഉണ്ടായിരുന്നില്ല. സഹോദര സ്നേഹമില്ല. ഒരപ്പൻ്റെ അമ്മയുടെയും മക്കളായി ജനിച്ചു കയ്യനും ഹാബീലും. പക്ഷേ ഈ അവൻ്റെ രക്തത്തിലുള്ളതായ ആ തിന്മകളെ കാണാനോ അനുഭവിക്കാനോ അവൻ തയ്യാറായില്ല. എന്നിൽ ഇങ്ങനെ അബദ്ധങ്ങൾ എൻ്റെ അകത്തുണ്ടല്ലോ, എൻ്റെ ഹൃദയത്തിൽ വിശ്വാസം ഇല്ലല്ലോ, ദൈവത്തിലുള്ള വിശ്വാസം എനിക്കില്ലല്ലോ എന്ന് ചിന്തിക്കാനുള്ള വിനയം ഉണ്ടായില്ല. ഹാബീലിട്ടി ഗുണമെന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ദൈവമേ എന്നുള്ള വിളിയുണ്ടായിരുന്നു. അവൻ്റെ അപ്പൻ ആദാം എന്നും വെയിലാകുന്ന സമയത്ത് അങ്ങ് തോട്ടത്തിൻ്റെ ഗേറ്റിങ്ങിലേക്ക്, വാതിക്കലേക്ക് ആദാം നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഏങ്ങലടിച്ചുകൊണ്ട് പോകുന്നത് കാണാറുണ്ട്. അപ്പൻ എന്തിനാണ് ഈ ഏതെങ്കിലും തോട്ടത്തിൻ്റെ വാതിക്കലേക്ക് ഇങ്ങനെ പോകുന്നത്? കുറേ നേരം അവിടെ കരഞ്ഞിട്ട് സങ്കടത്തോടെ തിരിഞ്ഞു പോരും.
ഇങ്ങനെ വേണമെങ്കിൽ ഭാവനയിൽ കാണാം, വേദോസിലില്ല, ഭാവനയിൽ കാണാം. ആദാം ഒരു ദിവസം തിരിച്ച് വരുന്ന സമയത്ത് ഹാബീൽ അടുക്കലേക്ക് ചെന്നു. അപ്പോൾ അപ്പനെന്നും ഇങ്ങനെ ഈ ആ തോട്ടത്തിൻ്റെ വാതിക്കൽ പോയിട്ട് കരഞ്ഞിട്ട് വരുന്നത് എന്താണ്? എന്താ അപ്പൻ്റെ മുഖത്ത് പ്രസാദമില്ലാത്തത്? നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ മാർഗമൊക്കെ ഉണ്ടല്ലോ, കാര്യം കഷ്ടപ്പെടണം, വിയർപ്പുണ്ട്, ഉപജീവിക്കണം, ശരിയാണ്. എന്നാലും ഉണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഈ കരയുന്നത്? ആദാം മകനായ ഹാബീലിനെ വാത്സല്യത്തോടെ ചേർത്തിരുത്തി. അപ്പോൾ അപ്പൻ മോനെ അടുത്തിരുത്തിയപ്പോൾ ചേട്ടൻ കയ്യിനും വന്നു, രണ്ടുപേരും ഇരുത്തി. എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ, ഒരു വലിയ സംഭവം ഉണ്ടായി. ഞാൻ ദൈവകൽപ്പന ലംഘിച്ചു. ആ ഏദൻ തോട്ടത്തിൻ്റെ സൗഭാഗ്യത്തിലായിരുന്നു ഞാൻ. അവിടെയുള്ള അനുഗ്രഹീതമായ ദൈവിക വരദാനങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് ഞാൻ സന്തോഷമായി കഴിയുകയായിരുന്നു. ഞാനും നിങ്ങളുടെ അമ്മയും ഒരുമിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞ നല്ല നാളുകൾ ഓർക്കുമ്പോൾ ഇന്ന് അതെല്ലാം ഓർത്ത് ഹൃദയം തേങ്ങുന്നുണ്ട്, നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന്. മക്കളെ, ദൈവകൽപ്പനയെ ലംഘിച്ചു, ദൈവവചനത്തെ അനുസരിച്ചില്ല, പോരാ ദൈവവചനത്തെ സംശയിക്കുകയും ചെയ്തു. ഞങ്ങളെ വഞ്ചിക്കാൻ കൊടിയ പിശാച് കടന്നു വന്നു. ആ പിശാച് വന്ന് ഞങ്ങളെ നശിപ്പിച്ചു, ഞങ്ങളെ വഞ്ചിച്ചു. മക്കളെ, ഞങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു പോയി. അപ്പോൾ ഹാബേൽ ചോദിച്ചു, ഭാവനയാണ്, ഹാബേൽ ചോദിച്ചു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്നും നമ്മളിങ്ങനെ പുറത്ത് നിൽക്കണമെന്നാണോ? എന്നും ഇങ്ങനെ പുറത്ത് ദേഹത്തോട്ടത്തിലേക്ക് കിടക്കാൻ പറ്റാതെ നിൽക്കണമെന്നാണോ? ഉടനെ പറഞ്ഞു, എൻ്റെ മക്കളെയും പറഞ്ഞു തരാം. എന്നും തോട്ടത്തിൻ്റെ വാതിക്കൽ പോയി ഇങ്ങനെ തീർക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെ തോട്ടത്തിൽ തന്നെ കൊണ്ടുവന്ന് പാർപ്പിക്കാൻ തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് വേണ്ടിയാണ് ഈ തോട്ടം നിർമ്മിച്ചത്, മനുഷ്യജാതിക്ക് വേണ്ടിയാണ് തോട്ടം നിർമ്മിച്ചത്. എന്നാൽ ആ തോട്ടത്തിൻ്റെ പുറത്ത് നിൽക്കാതെ അകത്ത് ചെല്ലണമെങ്കിൽ അതിനുള്ള ഒരു വഴി ദൈവം കണ്ടിട്ടുണ്ട്. സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല ചതയ്ക്കും എന്ന് ഒരു വാക്ക് കർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സർവശക്തനായ ദൈവമല്ലേ, അവിടുത്തെ വഴികൾ ആർക്കറിയാം? സ്ത്രീയുടെ സന്തതി, പുരുഷ സമ്പർക്കമില്ലാതെ ജനിക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് ജനിക്കും, ആ കുഞ്ഞ് പാമ്പിൻ്റെ തല ചതയ്ക്കും, അന്ന് നമുക്ക് മോചനം കിട്ടും. ദൈവത്തിന് സ്തോത്രം. വലിയ സന്തോഷമായി മക്കളെ. അതിൻ്റെ ഒരു നിഴലായിട്ടാണ് അന്ന് ദൈവം തമ്പുരാൻ ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തോല് കൊണ്ട് ഞങ്ങൾക്ക് വസ്ത്രം തന്നത്. മൃഗത്തെ കൊന്ന് അതിന് തോല് കൊണ്ട് ഞങ്ങൾക്ക് ഉടുപ്പുണ്ടാക്കി തന്നു. അത് അന്ന് ദൈവം ഒരു വാഗ്ദത്തം തന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം അന്ന് ഞങ്ങൾക്കൊരു വാഗ്ദത്തം തന്നു, സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല ചതയ്ക്കുമെന്ന്. ആ ദിവസം ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞാൻ ആ ദിവസത്തിന് വേണ്ടി കൊതി കൊണ്ട് കാത്തിരിക്കുകയാണ്, സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല ചതയ്ക്കുന്ന ദിവസത്തിന് വേണ്ടി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അന്ന് ആദാം അവിടെ പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിൽ കൊണ്ടു. ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തോലുരിഞ്ഞ് ആ തോലുകൊണ്ട് വസ്ത്രമുണ്ടാക്കി തന്നു, ഉടുവസ്ത്രമാക്കി തന്നു എന്ന് ആദാം പറഞ്ഞത് പിള്ളേർ കേട്ടപ്പോൾ രണ്ടുപേരും അപ്പനെ നോക്കി. അവർക്ക് സന്തോഷമായി. അപ്പൻ്റെ ശരീരത്തിലുള്ള ഉടുപ്പ് കണ്ടു. ശരിയാണ്, അപ്പം പറഞ്ഞതൊക്കെ ശരിയാണെന്ന് അവർക്ക് മനസ്സിലായി. അതോടുകൂടി അവർക്ക് ദൈവത്തെ വിശ്വാസമായി. ദൈവത്തിൽ വിശ്വാസം വരാൻ കാരണം ഈ അപ്പൻ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ. വചനം ലംഘിച്ചാൽ പാപമാണ്, പാപം വന്നാൽ പിശാച് അവകാശം പറയും എന്ന് അപ്പൻ പറഞ്ഞ വാക്കുകൾ കേട്ട് ഈ മക്കൾ വിശ്വസിച്ചു. പക്ഷേ കയീൻ അപ്പോഴും ചില സംശയങ്ങൾ, അവന് സംശയം മാറുന്നില്ല. ഹാബേലിന് വിശ്വാസം വന്നു. ഹാബേലിൻ്റെ വിശ്വാസം അത് അവൻ രക്ഷയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ആദാം 930 വർഷം പിന്നെ ജീവിച്ചിരുന്നു. അതിനുശേഷം ആദാം മരിച്ചു. 930 വർഷത്തിന് ശേഷം ആദാം മരിച്ച് ആദാം പാതാളത്തിൽ അങ്ങനെ ഒരു പ്രതീക്ഷയോടിരിക്കുകയാണ്. സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല ചതയ്ക്കുമ്പോൾ എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് കിട്ടും, എന്നെ ജീവിപ്പിക്കും, എനിക്ക് ആ സ്ത്രീയുടെ സന്തതിയുടെ ആ അത്ഭുത വ്യാപാരം കൊണ്ട് എനിക്ക് മോചനം കിട്ടും. ഈ ആഗ്രഹത്തോടുകൂടി ആദാം അവിടെ ആ പാതാളത്തിൽ യാതനയിൽ തന്നെ കിടക്കുകയാണ്. വർഷങ്ങൾ മുന്നോട്ട് പോയി. എന്നാൽ ഒരു ദിവസം ഒരു ശുഭവാർത്ത കേട്ടു. ആരോ വന്ന് തൻ്റെ ചെവിയിൽ തട്ടുന്നു, ആരോ തൻ്റെ തലയിൽ തൊടുന്നു. ആരാണ്? ആദാം ഞെട്ടി നോക്കിയപ്പോൾ കർത്താവായ യേശു ക്രിസ്തു, ക്രൂശിതനായ ക്രിസ്തു, ഉദ്ധിതനായ ക്രിസ്തു, ഉത്ഥാനം കൈക്കൊണ്ട ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു വന്നടുക്കൽ നിൽക്കുന്നു. നാഥൻ മൃതരിടയിൽ ഉറപ്പിച്ചാദത്തെ ഖേദിക്കേണ്ട നിൻ പാവത്തെ ഓർത്തിയും നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ
കയ്പും കുടിച്ചേ ഞാൻ നഗ്നതയാൽ നീലകൾ ചാത്തി നഗ്നതയോ എന്നെ അവർ തൂക്കി ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം താതന്റെ മോദിക്ക വിശുദ്ധ സഭേ നമ്മുടെ നാഥൻ മൂന്നാം നാളിൽ ജീവിച്ച കവറിന്നെഴുന്നേറ്റ. അല്ലയോ സഭയെ നീ ആമോദിച്ചുകൊള്ളുക, സന്തോഷിച്ചുകൊള്ളുക. നമ്മുടെ നാഥൻ മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ക്രൂശിലെ തിരുബലി മൂലം മനുഷ്യജാതിക്ക് രക്ഷയുണ്ടായി എന്ന് വലിയൊരു വസ്തുത അന്ന് ഹാബേൽ ഗ്രഹിച്ചു, ഹാബേൽ വിശ്വസിച്ചു. പക്ഷേ കയ്യിനൊന്നും വിശ്വാസമായില്ല. കേട് അവിടെയാണ്. ആ കേട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇബ്രാഹിം ലേഖനം 11 അധ്യായം വായിക്കണം. ഹാബേലിൻ്റെ വിശ്വാസമാണ് രക്ഷിച്ചതെന്ന് ഗ്രഹിക്കണമെങ്കിൽ ഇബ്രാഹിം ലേഖനം 11 അധ്യായം വായിക്കണം. 11 അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വായിക്കാം. വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടുവെന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യിൻ്റേതിലും ഉത്തമമായി യാഗം കഴിച്ചു. കയ്യിൻ്റെ വഴിപാടിനേക്കാൾ മെച്ചപ്പെട്ട വഴിപാട് യാഗം ഹാബേൽ കഴിക്കാൻ കാരണം വിശ്വാസത്താലാണ്. വിശ്വാസം. ഹാബേലിന് വിശ്വാസം ഉണ്ടായി, ദൈവത്തിലുള്ള വിശ്വാസം. അവരെ ദൈവത്തെ നേരിട്ട് കാണുന്നില്ല, പക്ഷേ ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് ആദാം പറയുന്ന വാക്കുകൾ അവർ വിശ്വസിച്ചു. ആദാം പറഞ്ഞ വാക്കുകൾ കേട്ടു, അവർ വിശ്വസിച്ചു. തന്മൂലം അവർക്ക് വിശ്വാസം ഉണ്ടായി. എക്കാലത്തും അങ്ങനെയാണ്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഇപ്പോൾ റോമലേഖനം 10-ാം അധ്യായത്തിലും കാണണം, വിശ്വാസം കേൾവി മൂലം വരുന്നു. വചനം കേൾക്കണം. അപ്പൻ പറഞ്ഞ വചനം ഹാബേൽ സ്വീകരിച്ചു, വചനം വിശ്വസിച്ചു. വിശ്വാസത്താൽ ഹാബേൽ കയ്യിൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യിൻ്റേതിലും ഉത്തമമായി യാഗം കഴിച്ചു. ഇന്ത്യയിൽ ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാനെന്ന സാക്ഷ്യം ലഭിച്ചു. അതിന് കിട്ടി, അവന് സാക്ഷ്യം കിട്ടി, നീതിമാനെന്ന് സാക്ഷ്യം ലഭിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ആരും നീതിമാന്മാരല്ല, നാം ആരും. എന്നാൽ നീതിമാനെന്ന് നമുക്ക് സാക്ഷ്യം കിട്ടുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താൽ അത് കിട്ടും. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തോട് പറയണം, കർത്താവേ, എനിക്കൊരു നിർമ്മല വിശ്വാസം തന്നാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. എൻ്റെ യേശു ജീവിക്കുന്നു എന്നും അവൻ ക്രൂശിൽ മരിച്ച് തീർന്നു പോയിട്ടില്ല എന്നും അവൻ ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുവെന്നും അവൻ എന്നെ വ്യക്തിപരമായി കാണുന്നുവെന്നും അവൻ എന്നെ വ്യക്തിപരമായി അറിയുന്നുവെന്നും അവൻ എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്നുവെന്നും കർത്താവെ അവൻ എൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ തൽപരനാണ് എന്നും എൻ്റെ കർത്താവെ അത് വിശ്വസിക്കാൻ കർത്താവെ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു വിശ്വാസത്തിൻ്റെ വിത്ത് ഇടണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ. വിശ്വാസത്തിൻ്റെ വിത്ത്. സ്തോത്രം. അതൊരു വിലപ്പെട്ട മുത്താണത്. വിശ്വാസത്തിൻ്റെ വിത്ത്. കർത്താവെ എൻ്റെ ഹൃദയത്തിൽ വിശ്വാസത്തിൻ്റെ വിത്ത് ഇടണമേ. യേശു ക്രിസ്തു ജീവിക്കുന്നുവെന്ന്. സഹോദരങ്ങളെ, നിങ്ങൾ സംശയിക്കേണ്ട, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. വിശ്വാസം കിട്ടുന്നത് ഒരു മഹാഭാഗ്യമാണ്. അതൊരു ദൈവ കൃപയാണെന്ന് ഞാൻ പറയും. വിശ്വാസം നിങ്ങൾ കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. വിശ്വാസത്തെ ഉലയ്ക്കുന്നതായ പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. ദൈവം സ്നേഹമാണെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ രോഗം മാറാത്തത്? ദൈവം സ്നേഹമാണെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് കുഞ്ഞു പിറക്കാത്തത്? ദൈവം സ്നേഹമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ പരീക്ഷ തോറ്റത്? ഇങ്ങനെ അനേകം ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കടന്നു പോകുന്നുണ്ടാകും. എന്നാൽ സ്നേഹവാനായ ദൈവം കരുണയോടെ നിങ്ങളുടെ അരികത്ത് നിന്നുകൊണ്ട് അവൻ പിന്നെയും പ്ലീഡ് ചെയ്തുകൊണ്ട് നിങ്ങളോട് വാദിച്ചുകൊണ്ട് നിൽക്കുകയാണ്, യാചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മകളെ നീ വിശ്വാസിയാകുക, മകനെ നീ വിശ്വാസിയാകുക. ഹാബേലിന് വിശ്വാസം ഉണ്ടായിരുന്നു. കയ്യിൻ്റെ സ്വന്തം സ്വഭാവങ്ങളൊന്നും അവന് ഗ്രഹിക്കാൻ സാധിച്ചില്ല. നാം വായിക്കുന്നത് എങ്ങനെയാണ്? ഹാബേലിൽ പ്രസാദിച്ചു, അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. കയ്യനിൽ പ്രസാദിച്ചില്ല, അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. അതാണ് 4-ാം വാക്യം നാം വായിക്കാം. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. ഹാബേലിൽ പ്രസാദിച്ചതുകൊണ്ട് അവൻ്റെ വഴിപാടിൽ പ്രസാദിച്ചു. ഹാബേലിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. കയ്യിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയ്യിനിൽ പ്രസാദിച്ചില്ല, അതുകൊണ്ട് അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. നാം ഏതെല്ലാം പുണ്യപ്രവൃത്തി ചെയ്താലും, ഏതെല്ലാം മനോഗുണ പ്രവൃത്തികൾ ചെയ്താലും, ഏതെല്ലാം പുതിയ സേവനം നടത്തിയാലും, ഏതെല്ലാം പ്രാർത്ഥനകൾ ചൊല്ലിയാലും, എത്ര അനുഗ്രഹീതമായ ആരാധനകളിൽ പങ്കെടുത്താലും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനം ചെയ്യണമെന്നില്ല. പ്രയോജനം ചെയ്യണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം. ദൈവത്തിന് സ്തോത്രം. നാം ആരാണ് എന്ന് അറിയണം. വിശ്വാസമില്ലെങ്കിൽ എന്തെല്ലാം വഴിപാട് കഴിച്ചാലും ഒന്നും പ്രയോജനപ്പെടുകയില്ല.
ക്രിസ്തുവിനോടുള്ളതായ ഒരു ഭക്തിയും ക്രിസ്തുവിനോടുള്ളതായ സ്നേഹമില്ലെങ്കിൽ ഈ വഴിപാടുകളെല്ലാം വ്യർത്ഥമാണ്. നമ്മുടെ സമർപ്പണങ്ങൾ വ്യർത്ഥമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ സമർപ്പണത്തിൽ നിലനിൽക്കാൻ പറ്റാത്തത്? നിങ്ങൾ അത്യാവശ്യക്കാരല്ല. ഞാൻ തുറന്നു പറയുകയാണ്, നിങ്ങൾ പലരും അത്യാവശ്യക്കാരല്ല. കൂടിയേ കഴിയൂ, എനിക്ക് യേശു വേണമെന്നുള്ളതായി നിർബന്ധം നിങ്ങൾക്കുണ്ടോ? എനിക്ക് യേശു വേണം, കിട്ടിയാൽ കൊള്ളാം എന്നറിയാം. പക്ഷേ അതിനപ്പുറത്ത് അതിനുള്ള വില കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? പൈസ കൊടുക്കാനല്ല, അതിനുള്ള കോസ്റ്റ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതിനുള്ള റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? റിസ്ക്, ഇത് വലിയ റിസ്ക്കാണിത്. എന്താണ്? ആത്മീയ ജീവിതം വലിയൊരു റിസ്ക്കാണ്. അത് വളരെ കോസ്റ്റ്ലിയാണ്. അതിന് വില കൊടുത്തേ പറ്റുകയുള്ളൂ. അതിന് ഏത് അപകടത്തെയും മുന്നിൽ കണ്ടുകൊണ്ട് ധീരതയോടെ മുന്നേറിയാൽ മാത്രമേ പറ്റുകയുള്ളൂ. അയ്യോ, ആളുകൾ അപഹസിക്കുന്നല്ലോ, ആളുകൾ അവഹേളിക്കുന്നല്ലോ, ചിലർ തെറ്റിദ്ധരിക്കുന്നല്ലോ, ചിലർ കുറ്റം പറയുന്നല്ലോ എന്നൊക്കെ പേടിച്ച് നിന്നാൽ മോനെ ഇവരായതിൽ കടക്കുകയില്ല. നീ ധീരതയോടെ മുന്നോട്ട് പോകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിനക്ക് വേണം. നീ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്കെൻ്റെ യേശു വേണം, യേശു കൂടിയേ കഴിയൂ, യേശു ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം പൂജ്യമാണെന്ന് തിരിച്ചറിയാനുള്ളൊരു വിവേകം വരണം. ദൈവത്തിന് സ്തോത്രം. ഹാബേലിലെ ദൈവം പ്രസാദിച്ചു, കയീനിലെ ദൈവം പ്രസാദിച്ചില്ല. കയീന് ഏറ്റവും കോപമുണ്ടായി. കണ്ടോ? അവൻ്റെ രക്തത്തിലുണ്ടായിരുന്ന ആ കോപത്തിൻ്റെ പ്രവണത ഇപ്പോൾ പൊന്തി വന്നു. സന്ദർഭം വന്നു, ആ കോപം പൊന്തി വന്നു, പൊങ്ങി വന്നു. കയീന് ഏറ്റവും കോപമുണ്ടായി. തന്നെയല്ല, അവൻ്റെ മുഖം വാടി. പാപം വന്നാൽ മുഖം വാടും, അശുദ്ധി വന്നാൽ മുഖം വാടും. പ്രാഗൽഭ്യം കിട്ടുകയില്ല, ധൈര്യം കിട്ടുകയില്ല. എന്തിന്? നിങ്ങൾക്കൊരാൾക്ക് ഏതെങ്കിലും മാരകമായൊരു പാപം വന്നുവെങ്കിൽ നിങ്ങൾക്ക് ദൈവമക്കളുടെ അടുക്കൽ വരാൻ തന്നെ പേടിയില്ലേ? ദൈവമക്കളോട് മിണ്ടാൻ പേടിയില്ലേ? എന്താ കാരണം? വെളിച്ചത്തിലേക്ക് വരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. വെളിച്ചത്തിലേക്ക് വരാനും വെളിച്ചത്തോട് സംസാരിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നില്ല. വെളിച്ചത്തിൻ്റെലേക്ക് വരാൻ ഇരുട്ടിൻ്റെ അവകാശിയായ പിശാചുകൾ സമ്മതിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. കയീന് ഏറ്റവും കോപമുണ്ടായി. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന കോപം അപ്പോൾ പത്തി പൊങ്ങി. ദൈവത്തിന് സ്തോത്രം. കേൾക്കൂ, കയീന് ഏറ്റവും കോപമുണ്ടായി. മാത്രമല്ല, അവന് ദൈവത്തോട് ദേഷ്യം വന്നു. ദൈവത്തോട് ദേഷ്യം. ഹാബേലിൽ പ്രസാദിച്ചു, എൻ്റെ വഴിപാടിൽ പ്രസാദിച്ചില്ല. ദൈവത്തിന് മുഖപക്ഷം ഉണ്ടായിരുന്നവന് തോന്നിപ്പോയി, ദൈവത്തിന് പക്ഷഭേദം ഉണ്ടെന്ന് തോന്നിപ്പോയി. എന്നാൽ അവനൊന്ന് വിനയപ്പെട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് എന്നിൽ പ്രസാദിക്കാത്തത്? ഹാബേലിൽ പ്രസാദിച്ചു, പക്ഷേ എന്നിൽ പ്രസാദിച്ചില്ലല്ലോ. എന്തായിരിക്കും കാരണം? ഒന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു. ദൈവമക്കൾ ഓരോരുത്തരും പഠിക്കേണ്ട ഒരു പാഠമാണിത്. എന്തുകൊണ്ടാണ് എന്നിൽ ദൈവത്തിന് പ്രസാദം വരാത്തത്? ദൈവത്തിൻ്റെ ആ സ്നേഹമുള്ള മുഖം തെളിയാത്ത എന്തുകൊണ്ടാണ്? എൻ്റെ നേരെ ദൈവം വേദനയോടെ നോക്കുന്നത് എന്തുകൊണ്ടാണ്? കർത്താവ് എൻ്റെ അരികത്ത് നിന്ന് കെഞ്ചുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് എൻ്റെ പരാജയ കാരണം? എൻ്റെ ജീവിതത്തിലെ പോരായ്മ എന്തെല്ലാമാണ്? തനിയേയിരുന്ന് വിനയപൂർവ്വം ചിന്തിക്കുക, അതാണ് ആത്മീയ വിനയം എന്ന് പറയുന്നത്. പുറമേ കാണുമ്പോൾ മുണ്ട് മടിക്കുത്ത് താഴ്ത്തിയിട്ട് കൂപ്പുകയോടെ നിൽക്കുന്നതല്ല വിനയം. കാണുമ്പോൾ ബഹുമാനത്തോടെ വളരെ വിനയപൂർവ്വം ഇങ്ങനെ കൈകൂപ്പിക്കൊണ്ട് വരുന്നതല്ല വിനയം. വിനയം അകത്താണ് വിനയം. എന്താണ്? ഞാൻ നിസ്സാരനാണ് എന്നുള്ള ചിന്തയിൽ നിന്ന് കർത്താവേ നീ എത്ര വലിയവനാണെന്നുള്ള ചിന്തയിലേക്ക് വന്ന് കർത്താവേ ദൈവത്തിൻ്റെ മക്കളെ ഞാൻ നിൻ്റെ പേരിൽ ഞാൻ നിൻ്റെ നാമത്തിൽ ഞാൻ കാണുന്നു എന്നുള്ള ചിന്ത വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് വിനയം കിട്ടുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവമക്കളിൽ കൂടി എനിക്ക് കിട്ടുന്ന ഈ വചനം എൻ്റെ ആത്മാവിന് ആവശ്യമാണ് എന്ന് സ്വയം തിരിച്ചറിയാനുള്ള വിവേകം വരണം. ദൈവത്തിൻ്റെ പൈതങ്ങൾ ആരെങ്കിലും എനിക്കൊരു വചനം പറഞ്ഞു തന്നാൽ, തെറ്റുകൾ തിരുത്താൻ പറഞ്ഞു തന്നാൽ അവിടെ എനിക്ക് മത്സരം വരികയില്ല. കാരണം ഞാനൊരു പാപിയാണെന്ന് ഞാൻ അറിയുന്നു, എനിക്ക് തിരുത്താൻ ഏറെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. കയീന് ഏറ്റവും കോപമുണ്ടായി. അവൻ ദൈവത്തോടും മത്സരിച്ചു. കയീൻ്റെ മുഖം വാടി. യഹോവ കയീനോട് ചോദിച്ചു, നീ കോപിക്കുന്നതിന്? എന്തിനാ മോനെ നീ കോപിക്കുന്നത്? നീ കോപിക്കുന്ന എന്തിന്? നിൻ്റെ മുഖം വാടുന്നത് എന്ത്? നീ നന്മയാണ് ചെയ്തതെങ്കിൽ എനിക്ക് നിന്നിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? വഴിപാട് കഴിച്ചതിൻ്റെ കുഴപ്പമല്ല ദൈവം പറയുന്നത്. നിൻ്റെ ആളത്വത്തിൽ നന്മയില്ല, നിൻ്റെ സ്വഭാവത്തിൽ നന്മയില്ല. സ്വഭാവത്തിൽ നീ പ്രാകൃതനാണ്, സ്വഭാവത്തിൽ നീ അശുദ്ധനാണ്, സ്വഭാവത്തിൽ നീ വഷളായവനാണ്, നിൻ്റെ ഹൃദയം ശുദ്ധമല്ല. അതുകൊണ്ടാണ് ഞാൻ പ്രസാദിക്കാത്തത്. നീ അതൊന്നും ചിന്തിച്ച് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ്? മകനെ, ഇപ്പോൾ നിനക്ക് പിന്നെയും നിന്നെ ഉപദേശിക്കുകയാണ്, നിനക്ക് ഞാൻ ഉപദേശം തരികയാണ്. നീ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. നിത്യനായ ദൈവം നിന്നോട് അരുളി ചെയ്യുകയാണ്, പാപം വാതിൽക്കൽ കിടക്കുന്നു. നീ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ ആദ്യം ചെന്ന് ചവിട്ടുന്നത് പാപത്തിൻ്റെ മേലാണ്. പാപം വാതിൽക്കൽ കിടക്കുന്നു. വലിയ വിരിയൻ പാമ്പ് പോലെ പാപം അങ്ങനെ പാത്ത് കിടക്കുകയാണ്. നിന്നെ കൊത്താൻ, നിന്നെ നശിപ്പിക്കാൻ, നിന്നെ തീർത്ത് കളയാനായിട്ട് പാപം വാതിൽക്കൽ കിടക്കുന്നു. അനേകരിത് അറിയുന്നില്ല. പാപം വാതിൽക്കൽ കിടക്കുന്നു. വാതിൽക്കൽ തച്ചു കിടക്കുന്ന പാപത്തെ, വാതിൽക്കൽ കാത്തു കിടക്കുന്ന പാപത്തെ
നാം തിരിച്ചറിയണമെന്നാണ് ദൈവം പറഞ്ഞത്. മോനെ, ഈ കായേനെ നിന്നോട് പറയട്ടെ, നിൻ്റെ ജീവിതത്തിലെ പാവം വാതിക്കൽ തന്നെയുണ്ട്, ദൂരെയല്ല, അടുത്ത് തന്നെയുണ്ട്. നീ ഇപ്പോൾ ആ പാവത്തെ ജയിച്ചില്ലെങ്കിൽ നീ കൊടിയ ആപത്തിൽ പെട്ടുപോകും, വലിയ വലിയ വിനാശത്തിൽ പെട്ടുപോകും. പാവം വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകും. നിന്നെ തന്നെ നോക്കിക്കൊണ്ടാണ് പാവം കിടക്കുന്നത്. നിന്നെ കൊത്താനാണ് ഈ പാമ്പ് കിടക്കുന്നത്, നിന്നെ നശിപ്പിക്കാനാണ് ഈ പാമ്പ് കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ കേൾക്കൂ, പാപത്തിൻ്റെ ഏതെങ്കിലും ചോദനകൾ, ഏതെങ്കിലും പ്രേരണകൾ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ അപ്പോൾ ഓർത്തുകൊള്ളണം, കർത്താവേ, പാവം വാതിക്കൽ കിടക്കുന്നു, പാമ്പ് വാതിക്കൽ വന്നിരിക്കുന്നു. ചീത്ത ചിന്തകൾ വരാൻ തുടങ്ങുമ്പോഴേക്കും ഓർത്ത്, എൻ്റെ കർത്താവേ, പാമ്പ് വാതിക്കൽ കിടക്കുന്നു. നിങ്ങൾക്ക് ആരോടെങ്കിലും വൈരാഗ്യം വരുമ്പോൾ ഉടനെ ഓർത്തുകൊള്ളണം, എൻ്റെ കർത്താവേ, പാവം വാതിക്കൽ കിടക്കുന്നു. നിങ്ങൾക്ക് അശുദ്ധമായ വികാരങ്ങൾ ഏതെങ്കിലും വരുമ്പോൾ ഓർത്തുകൊള്ളണം, എൻ്റെ കർത്താവേ, പാവം വാതിക്കൽ കിടക്കുന്നു. കർത്താവേ, പാവം എന്നെ വീഴിക്കാമെന്ന് അടുത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഉടനെ ഓർത്തുകൊള്ളണം. അതാണ് ആത്മീയ ജീവിതത്തിലെ വിജിലൻസ് എന്ന് പറയുന്നത്. ആത്മീയ ജീവിതത്തിലെ നല്ല തീക്ഷ്ണത, നല്ല ജാഗരണം എന്ന് പറയുന്നത്. ജാഗരണം, അലർട്ടായിരിക്കും, എപ്പോഴും അലർട്ടായിരിക്കും. പാവം വരുന്നുണ്ടോ. മറ്റൊന്നും നമ്മെ അലറുകയില്ല. ഒരേ ഒരു ചിന്തയാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു പാവം വരരുത് എന്നുള്ള നിർബന്ധം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ, വിനയത്തോടെ പറയട്ടെ, നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ അനുഭവിക്കാം. പാവത്തിൻ്റെ പേര് ജയം നിങ്ങൾക്ക് നേടാം. നിങ്ങൾ പലരും ചിന്തിക്കും, സാർ എന്നും ഈ പാവം എന്നല്ലേ പറയുന്നത്, ഈ കൂട്ടായ്മയിൽ നിന്നാൽ പാവം എന്നേ കേൾക്കാനുള്ളൂ. രോഗസൗഖ്യമെന്നോ അല്ലെങ്കിൽ സ്റ്റേജിൽ കൂടി ഓടി നടന്നുകൊണ്ട് തല നിവർത്ത് തല താഴ്ത്ത് ഒന്ന് അങ്ങോട്ട് കവിഴ്ന്ന് നിൽക്കുക, എല്ലാ രോഗം മാറി ഇപ്പോൾ മാറി എന്ന് പറയുന്നതൊക്കെയാണ് ആളുകൾക്ക് ഇഷ്ടം. നിങ്ങൾക്ക് ഇങ്ങനെ പാവത്തെക്കുറിച്ച് പറയുന്നതും പലർക്കും ഇഷ്ടമല്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള സുവിശേഷ യോഗങ്ങളുണ്ട്, അതെല്ലാം പൈശാചികൻ്റെ വേലകളാണ്, അന്ത്യക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളാണ് ഈ സുവിശേഷന്മാരിൽ ചിലരിൽ കൂടിയൊക്കെ നടക്കുന്നത്. അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് അതിലേക്ക് പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാം, നിങ്ങൾ വഴിതെറ്റിപ്പോകരുത്. പാപത്തെ ചൂണ്ടിക്കാണിച്ച് പാപബോധം തരുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. പാപം വാതിക്കൽ കിടക്കുന്നതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിന് ജയിക്കേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കൂ, കർത്താവേ, എൻ്റെ മുമ്പിൽ വന്ന് കിടക്കുന്ന എന്നെ കൊത്തുവാൻ വിഷം ചീറ്റുന്ന പാമ്പ് അടുക്കൽ തന്നെയുണ്ട്. ഞാൻ എൻ്റെ പാപത്തോട് യാത്ര പറയുന്നു. എൻ്റെ ജീവിതം നിനക്കായി ഞാൻ ഇതാ സമർപ്പിക്കുന്നു. എൻ്റെ ഹൃദയമാകുന്ന ഈ വഴിപാട് കൊണ്ട് ഞാൻ ഇതാ നിൻ്റെ മുമ്പിലേക്ക് വരികയാണ്. നിൻ്റെ തിരക്തത്താൽ കഴുകപ്പെട്ട അനുഭവത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ട് ഞാൻ വരികയാണ്. നാഥ, നീ എന്നെ സ്വീകരിക്കണമേ, നീ എന്നെ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കൂ. നിങ്ങളെ തന്നെ സമർപ്പിക്കൂ, ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. ദൈവത്തിന് സ്തോത്രം.